2024 ജൂലൈ 30. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ഗ്രാമം. പലർക്കും പല അനുഭവങ്ങളാണ്. ഇത് 3 ആൺമക്കളെയും അമ്മയെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട അനീഷിൻ്റെയും സൈനയുടെയും ജീവിതമാണ്. സാധാരണ എന്നത്തെയും പോലെ എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ തന്നെ മഴ ഉണ്ടായിരുന്നു. ഒരു മഴ വരുന്ന സമയത്ത് ഞാൻ ഭാര്യയും മക്കളൊക്കെ ഒരു അമ്മേൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടില്ല. പക്ഷെ ആ പ്രാവശ്യം എനിക്ക് അന്നത്തെ മഴ എല്ലാ പ്രാവശ്യത്തെയും പോലെയാണെന്ന് വിചാരിച്ച് എനിക്കും പറഞ്ഞുവിടാൻ തോന്നിയില്ല, അവർക്കും വീട്ടിൽ പോകണമെന്നും പറഞ്ഞില്ല. മക്കളെല്ലാവരും ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാനൊരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കൂട്ടിയിട്ട് പോയിട്ട് അടക്കം ചെയ്തോടത്ത് പോയി. ഇതാണ് നിവേദ്, നന്ദു എന്നൊക്കെയാണ് വിളിക്കുക വീട്ടിൽ. നിവേദ് എന്ന ശരിക്കും പേര്. നന്ദുവിന് ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നമ്മളെ മനസ്സിലവരുണ്ട്. അപ്പം അവർ ഇവിടെയുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു വീട് പോലെ കണക്കാക്കി നമ്മളിവിടെ എപ്പോഴും ഓരോന്നും കൊണ്ടുവന്ന് വെക്കുന്നു. ക്രിസ്മസിൻ്റെ സമയത്ത് സ്റ്റാർ വേണമെന്ന് പറയണം. അപ്പോൾ ഒരു പ്രാവശ്യം അതേപോലെ സ്റ്റാർ മേടിച്ച് വീട്ടിൽ തൂക്കിയിട്ട സമയത്ത് ഞങ്ങളെല്ലാം എന്നെ വയറൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഇട്ട സമയത്ത് മൊത്തം കത്തിപ്പോയി. രണ്ടാമത്തവന് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പുതിയത് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അവനോട് നമുക്കിനി ഈ പ്രാവശ്യം പുതിയത് മേടിക്കണ്ട, അച്ഛൻ അടുത്ത പ്രാവശ്യം എന്നെ മേടിച്ചു തരാം. അവരെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം, നമ്മളെ പരിധിക്കുള്ളിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു കുറവും വരുത്താതെ നമ്മൾ ഡെയിലി ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയായാലും ഞങ്ങളിവിടെ എത്തും. ഇതിലിപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ഒക്കെ കഴിഞ്ഞ ശേഷം അമ്മയും എൻ്റെ മൂത്ത മോനും ഒന്നിച്ചാൽ കിടക്കുക. ഇപ്പോഴും അവർ രണ്ടാളും ഒന്നിച്ച് തന്നെയാണുള്ളത്. ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ 4 പേര് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കും. കുറച്ച് നേരം ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സമാധാനമാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ മക്കളും അമ്മയായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ്. മക്കൾക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ അമ്മയ്ക്കും ഒരു കുറവും വരാതെ അമ്മയ്ക്കും ചെയ്യും. കിടന്നുറങ്ങി ഒരു 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു സൗണ്ട് വന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഉറക്കത്തിൻ്റെ ഇതിൽ ഞാൻ പുഴക്കൂടെ പോകുമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ മണ്ണിനടിയിലായി. പിന്നെ കുറേ ദൂരം ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെയുള്ള നമുക്ക് തല പൊന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയിൽ കൂടെയുള്ള പോക്കാണ്. അതിൻ്റെ ഇടയിൽ ഈ കല്ലും മരത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി അടിച്ച് ഫസ്റ്റത്തെ അതിൽ ഒരു അടിയിൽ മൊത്തം തീർന്നു വിചാരിച്ച് പിന്നൊക്കെ ഒരു ഓർമ്മയില്ല. കുറേ ദൂരം ഞങ്ങൾ വലിച്ചിട്ട് പോകുന്ന സൈസിലാണ് പോകുന്നത്. ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അടിച്ചിട്ടും ഇങ്ങനെ ആളുടെ ഈ സൈഡ് മൊത്തം പൊട്ടി, വാരിയെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തം സ്ക്രാച്ച്, ഈ താടിയിലൊക്കെ പൊട്ടി. ഫസ്റ്റത്തെ വലിയ തന്നെ മൂക്കിലൊക്കെ ചളിയേറി, വായിൽ ചളിയേറി. പിന്നെ ഒരു കുറേ ദൂരം അവിടെ കൊണ്ടുപോയിട്ട് നിമിഷം നേരം കൊണ്ട് ഒരു സാധനമില്ല, വെള്ളമൊക്കെ വറ്റി എല്ലാം കഴിഞ്ഞ്. അങ്ങനെ ഞാൻ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ സമയത്ത് നമ്മൾ കിടന്ന സ്ഥലമല്ല, മൊത്തം പരന്നു പോയാണ്. അതായത് നമ്മൾ കണ്ണുണ്ട് കാഴ്ചയല്ല, ചെവിയുണ്ട് കേൾവിയില്ല, ആ രീതിയിലായിപ്പോയി. പിന്നെ മേത്ത് ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ വിളിച്ചതിൽ ഇവളെന്നെ വിളിച്ച്, ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു.
പിന്നെ രണ്ടാമത്തെ മോന് ഒരു പ്രാവശ്യമൊക്കെ വിളി കേട്ടു. ചെറിയൊരു രൂപം മാത്രമേ കാണുള്ളൂ, ഈ നിഴല് മാത്രമാണ് തമ്മിലുള്ള നിഴല്. പിന്നെ ശബ്ദം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ശബ്ദം നിരന്തരം കേൾക്കുമ്പോൾ മാത്രമേ നമുക്കവിടെ പോയിട്ട് ഇങ്ങനെ തപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്കൊരു സൗണ്ട് കേട്ടിട്ട് അത് എവിടുന്നാണെന്നുള്ളത് കറക്റ്റ് ആക്കാൻ പറ്റില്ല. പല സ്ഥലത്തുനിന്നും അല്ലേ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള ശരിക്കും അവിടെ നിന്നുള്ള ലൈറ്റൊന്നും നമുക്ക് കാണൂല. അപ്പോൾ അവിടെ നിന്ന് ജീപ്പ് പോണതിൻ്റെയൊക്കെ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിലുള്ളൊരു രൂപം കണ്ട് പാളമേത്തൊരു ഇതേപോലെ ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ ഇതിൽ ഞാൻ മോനങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛാന്നൊരു വിളി ഞാൻ കേട്ട്. അതിൽ അപ്പുറത്ത് പോയി അങ്ങനെ തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ ബെഡ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്ന് ബെഡ് വലിച്ച് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടും ഞാൻ കുറേ നേരം അവനെ വിളിച്ചു. പക്ഷേ ആൾ പിന്നെ മിണ്ടണില്ല. ഇനി വിളിക്കുന്നുണ്ടോ നമുക്ക് കേൾക്കായിട്ടാണോ, നമ്മൾ വിളിക്കുന്നത് അവർക്ക് കേൾക്കായിട്ടാണോ എന്നൊന്നും അറിയില്ല. എത്ര അടുത്താണെന്നുണ്ടെങ്കിലും പരസ്പരം പറ്റണില്ല. ഒരുപാട് അമ്മേനെയും വിളിച്ചു, മക്കളെയൊക്കെ വിളിച്ചു, ആരും ഇതില്ല. ഞങ്ങൾ രണ്ടുപേരാണ് അടുത്തടുത്ത്. അവരൊക്കെ ഉണ്ടാവുമായിരിക്കും, അടുത്തടുത്ത് ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ വീടിൻ്റെ മോൾ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ടോർച്ച് അടിച്ചു കൊണ്ടപ്പോൾ ഞാൻ അവരെയൊക്കെ സഹായത്തിന് വിളിച്ചു. പക്ഷെ ആരും അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭാര്യനോട് പറഞ്ഞ് കിടക്ക്, ഇവിടെ തന്നെ കിടന്നോ, നേരം വിളിക്കട്ടെ, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ലെന്ന് പറഞ്ഞു. ഈ പൊട്ടി ഞങ്ങൾ താഴെത്തി ഒരു നിമിഷത്തെ കുറച്ച് നേരം മഴ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ മഴ ഉണ്ടായിരുന്നില്ല എന്നല്ല, പെയ്യുന്നുണ്ട്, പക്ഷെ ശക്തി കൂടി ഒന്നും കൂടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവളോട് പറഞ്ഞു, നമ്മൾ അവരുടെ അടുത്തേക്ക് പോയാലേ അവരാരെങ്കിലും നമ്മളടുത്തേക്ക് വരുള്ളൂ, അല്ലാതെ നമ്മളിവിടെ നിന്നിട്ട് വിളിച്ചാൽ ആരും വരില്ല. അങ്ങനെ ഞാൻ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെരുവ, ആ ചെരുവ് കൂടെ ഇങ്ങനെ കയറുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, മാമനാണോ എന്ന് ചോദിച്ചു എന്നോട്. ചേച്ചീൻ്റെ മോനായിരുന്നു. എൻ്റെ ജീപ്പ് വന്നിട്ട് കാലിലടിച്ചിട്ട് ആളെ ലോക്കായിപ്പോയി. അങ്ങനെ അവൻ്റെ കാല് മാത്രം കുടുങ്ങിയിട്ട്, മാമ എൻ്റെ കാല് മാത്രം കുടുങ്ങിയിട്ടുള്ളൂ, ഒന്ന് എടുത്ത് വിട്ടാൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാം, എല്ലാവരും എവിടെയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ആരെയും കാണില്ല, എല്ലാം പോയിടാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഉച്ചയിൽ അങ്ങനെ കരഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവളെ അവൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞാൻ മുകളിൽ പോയിട്ട് ആരെങ്കിലും കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ്, എൻ്റെ മേത്തൊന്നും ഡ്രസ്സൊന്നുമില്ല, അങ്ങനെ ഒരു ചെറിയൊരു തുണീൻ്റെ കഷ്ണം കിട്ടി, അതെടുത്ത് കൊടുത്ത് നമ്മൾ നേരെ എണീറ്റൊന്നും കയറി പോകാൻ പറ്റില്ല, മുട്ട കുത്തിയിട്ടാണ് പിന്നെ കയറി പോണത്. അപ്പോൾ താഴെന്ന് ഞാൻ കരഞ്ഞപ്പോൾ താഴെന്ന് മോൻ പറയുന്നുണ്ട്, കരയേണ്ട അമ്മായി, മാമനിപ്പോൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവനെ കാണില്ല. പക്ഷെ എനിക്ക് അവൻ്റെ സൗണ്ട് അടുത്തുനിന്നാ കേൾക്കണേ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അവൻ നല്ല ഒച്ചയിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ കണ്ടില്ല. ഞാൻ ഇങ്ങനെ നന്ദോ, ഷാനയെ, തേജുവിൻ്റെ അമ്മേനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇരുന്നിട്ടും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് താഴ്ന്ന് പറയുന്നുണ്ട്, കരയണ്ട, അവരിപ്പോൾ വരും, മാമ പോയിട്ട് വരും, എന്നിട്ട് നമ്മൾ എല്ലാവരും നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്ത് സംഭവിച്ചതെന്നുള്ള. പിന്നെ ഞാൻ മയങ്ങിപ്പോയി തോന്നുന്നു. പിന്നെ ഏട്ടന്മാർ വന്നു, അനീഷേട്ടൻ്റെ ഏട്ടന്മാർ രണ്ടാൾ താഴെ വന്നിട്ട് അവർക്ക് മനസ്സിലായില്ല എന്നെ, ഇതാരാന്ന് എനിക്ക് കാണുന്നില്ല, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചപ്പോൾ സയനയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നെ കണ്ടപ്പോൾ. എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയിൽ കരഞ്ഞു. പിന്നെ ഇവർക്ക് എന്നെ പൊന്തിച്ചിട്ട് പറ്റണില്ല, എടുക്കാൻ പറ്റില്ല. പിന്നെ മേലെ എല്ലാവരും കൂടി പോയി ബെഡ്ഷീറ്റ് എന്തോ എടുത്തിട്ട് വന്നിട്ട് അതിൽ കയറ്റിയിട്ടാണ് മേലെ കൊണ്ടുപോയത്. എന്നെ മേലേക്ക് കൊണ്ടുപോയ സമയത്താണ് അത് വേറെ ആൾക്കാരെ കൊണ്ടുപോയത്. അപ്പോൾ ഏട്ടന്മാർ രണ്ടാളും താഴേക്ക് ഇറങ്ങി ഇവനെ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മേലെത്തി കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് വരുന്നത്. അപ്പോഴത്തേക്കും അവനെ എടുക്കാൻ പറ്റിയില്ല അവർക്ക്. അപ്പം ഇവരിങ്ങോട്ട് ഓടിക്കേറി ഏട്ടന്മാരുണ്ടാവും. പിന്നെ എനിക്കോ ഇതിനെക്കുറിച്ചൊന്നും അറിയണില്ല, താഴെ എന്ത് നടക്കുന്നുണ്ട്, മഴ കൂടുന്നുണ്ടോ, അടുത്ത പൊട്ട് വരുന്നതൊന്നും നമ്മൾ ഈ അടുത്ത പൊട്ട് പ്രതീക്ഷിക്കണില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമൊക്കെ വന്നിട്ട് പറഞ്ഞടാ, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, അവനെ കുട്ടനെ രക്ഷിച്ചോ? അവനെയും കിട്ടിയില്ല. ഞങ്ങളവിടെ രക്ഷിക്കുന്ന സമയത്ത് പിന്നെ ഒരു കമ്പി ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാല് വലിച്ചെടുക്കായിരുന്നു. അതിനുവേണ്ടി ഞാൻ താഴെ പോയ സമയത്താണ് ഈ കല്ലൊരയുന്ന ശബ്ദം കേട്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് നേട്ടം പറഞ്ഞു, നീ മുകളിലേക്ക് കയറുമ്പോൾ കല്ലൊരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്നോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ പൊട്ടും വന്ന്
ഇവർ മുകളിൽ ഓടി കയറി കഴിഞ്ഞപ്പോൾ എന്നെ ചേച്ചീൻ്റെ മോൻ പറഞ്ഞു, മാമ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകല്ലേ, എന്നെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ നിമിഷ നേരം കൊണ്ട് വണ്ടി അവനും കൂടി പോയി. ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വന്നു ആരൊക്കെയോ സഹായം കൊണ്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. ഇത് കഴിഞ്ഞ സമയത്തെ ഒരുപാട് നല്ല മനുഷ്യർ, ഒരുപാട് നല്ല ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ഈ വീട്ടിൽ കാണുന്ന സാധനം മൊത്തം അവർ കൊണ്ടുവന്നു പോകും. നമ്മൾ പുറത്തേക്ക് ഒന്നിനും പോകണ്ട, എല്ലാം നമ്മളെ വീട്ടിലേക്ക് ഫുഡാണെങ്കിലും എല്ലാ സാധനങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്.